കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിറിയയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ ആഘാതം ലോകത്തെ പല രാജ്യങ്ങളെയും ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ്. ഇതിന്റെ സമ്മർദ്ദം നമ്മുടെ ഭാരതത്തിലും പ്രത്യേകിച്ച് കശ്മീരിൽ ഉണ്ടാകുവാനുള്ള ചില സാധ്യതകൾ ഇപ്പോൾ കാണുന്നുണ്ട്. ലോക ഭൂപടത്തിൽ നാം പശ്ചിമേഷ്യയിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ഇസ്രായേലിനും ലെബനോനും ഒക്കെ മേലെയായി നമുക്ക് കാണാം ഇവിടെ സിറിയയെ. സിറിയയിലേക്ക് നാം അല്പം കൂടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ 2024 നവംബർ 27 സിറിയയുടെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെയായിരുന്നു. ഭൂപടത്തിൽ കാണുന്ന ഈ ചുവന്ന ഭാഗം അന്നുവരെ സിറിയൻ പ്രസിഡന്റായ ബഷർ അൽ അസദിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. അതിനുശേഷം നാം കണ്ടതാണ് തുർക്കിയുടെ പിന്തുണയുള്ള HTS ഗ്രൂപ്പ് ഒന്നൊന്നായി സിറിയയുടെ സുപ്രധാന ഭാഗങ്ങളെല്ലാം പിടിച്ചടക്കുവാൻ തുടങ്ങി. ബഷർ അൽ അസദ് രാജ്യം വിടുകയും കൂടി ചെയ്തതോടെ സിറിയയിൽ രണ്ടു പ്രധാന ശക്തികൾ ഇപ്പോൾ അവശേഷിക്കുകയാണ്. നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ഈ മാപ്പ് തരുന്ന ഒരു സൂചന എന്തെന്ന് വെച്ചാൽ സിറിയയുടെ വിഭജനം അത് ഉടനടി തന്നെ ഉണ്ടാകും എന്നതാണ്. നാം കാണുന്ന ഈ ഭൂപടത്തിലെ മഞ്ഞ ഭാഗത്ത് കുർദിഷ് സ്റ്റേറ്റ് എന്നൊരു രാജ്യം രൂപം കൊള്ളുകയും ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ഈ രാജ്യത്തിന് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും പിന്തുണയുണ്ടാകും. അതേസമയം മറുഭാഗത്ത് HTSന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു രാജ്യവും ഉണ്ടാകും. ഇത്തരത്തിൽ HTSന്റെ നേതൃത്വത്തിൽ ഇവിടെ രൂപം കൊള്ളുവാൻ പോകുന്ന രാജ്യത്തിന്റെ പതാക വരെ നമുക്കിപ്പോൾ പലയിടത്തും കാണുവാൻ സാധിക്കും. അത് സിറിയ എന്ന രാജ്യത്തിന്റെ നാഷണൽ ഫ്ലാഗിനെ വരെ ഇവർ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നാം ഇവിടെ കാണുന്നതാണ് HTSന്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളാൻ പോകുന്ന ആ രാജ്യത്തിന്റെ പുതിയ സിറിയയുടെ പതാക. മുൻപത്തെ സിറിയയുടെ പതാകയുമായി വളരെ സാമ്യമുള്ള ഒന്നാണ് ഇത്. എന്നാൽ നാം കാണുന്നത് പോലെ ഇവിടെ കേവലം മാറാൻ പോകുന്നത് സിറിയ എന്ന രാജ്യത്തിന്റെ പതാക മാത്രമല്ല, മാറാൻ പോകുന്നത് ഇവരുടെ ഇനിയുള്ള വിദേശ നയങ്ങൾ കൂടിയായിരിക്കും. ഇതിന്റെ വലിയൊരു പ്രത്യാഘാതം നമ്മുടെ ഭാരതത്തെയും ബാധിച്ചേക്കാം. പ്രത്യാഘാതങ്ങൾ അത് ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ നമുക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. ദേശീയ ഇന്റലിജൻസ് വൃത്തങ്ങളാണ് ഇതേപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സിറിയയിൽ നിലവിലുള്ള അസ്ഥിരതയെ മുതലെടുത്തുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും അതിനോട് ബന്ധമുള്ള മറ്റ് തീവ്രവാദ സംഘടനകളുടെയും സാന്നിധ്യം മിഡിൽ ഈസ്റ്റിനൊപ്പം നമ്മുടെ ഭാരതത്തിലും വർദ്ധിച്ചേക്കാമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ഇത് ഏറ്റവും അധികം ബാധിക്കുവാൻ പോകുന്നത് കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു ആൻഡ് കശ്മീരിനെ ആയിരിക്കും. കശ്മീർ വിഷയത്തിൽ സിറിയയുടെ ഇതുവരെയുള്ള നിലപാടുകളെ പറ്റി പലരിലും ആശ്ചര്യമുളവാക്കിയേക്കാവുന്ന ഒരു കാര്യം എന്തെന്നാൽ കശ്മീർ വിഷയത്തിൽ ഒരിക്കൽ പോലും സിറിയൻ ഭരണാധികാരിയായ ബഷർ അൽ അസദ് ഇന്ത്യയെ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആർട്ടിക്കിൾസ് നമുക്കിപ്പോൾ ഇന്ത്യയിൽ കാണുവാൻ സാധിക്കുന്നതും. ബഷർ അൽ അസദിന്റെ പതനം ഇന്ത്യക്ക് കശ്മീർ വിഷയത്തിൽ അതിന്റെ നിലപാടുകളിൽ ഒരു തിരിച്ചടിയാണ് എന്ന്. ഇന്നേക്കും പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഇന്ത്യയും സിറിയയും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു പരസ്പര ധാരണയിൽ എത്തിയതെന്തെന്നാൽ ഇന്ത്യ ഗോലാൻ കുന്നുകൾ സിറിയ എന്ന രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന് അംഗീകരിക്കുകയും മറുപടിയായി സിറിയ ഒരിടത്തും പാകിസ്ഥാനെ കശ്മീർ വിഷയത്തിൽ അകമഴിഞ്ഞു പിന്തുണയ്ക്കുകയും ചെയ്യുകയില്ല എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നാം പലപ്പോഴും ഐക്യരാഷ്ട്രസഭയിൽ ഗോലാൻ കുന്നുകളുടെ കാര്യം വരുമ്പോൾ ഉറ്റ സുഹൃത്തായ ഇസ്രായേലിനെ തള്ളി ഇന്ത്യ എപ്പോഴും സിറിയയെ പിന്തുണയ്ക്കുന്നത്. ഹമാസുമായുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് വരെ ഗോലാൻ കുന്നുകളിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങണമോ വേണ്ടയോ എന്ന് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ മുന്നോട്ട് വെച്ച ഒരു റെസൊല്യൂഷനിൽ പോലും ഇന്ത്യ സിറിയയെ പിന്തുണച്ചുകൊണ്ട് ഗോലാൻ കുന്നുകൾ സിറിയയുടെ ഭാഗമാണ് എന്നും ഇസ്രായേൽ അവിടെ നിന്നും പിന്മാറണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സിറിയയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു. ഇവിടെ ഗോലാൻ കുന്നുകളുടെ ഇഷ്യൂ എന്താണെന്ന്, സിറിയയുടെ ഭാഗമായി ഇത് എങ്ങനെ ഇസ്രായേലിന്റെ കയ്യിൽ എത്തിപ്പെട്ടു എന്നും കശ്മീർ വിഷയവുമായി ഇതിന് എത്തരത്തിൽ സാമ്യമുണ്ട് എന്നും അറിയണമെങ്കിൽ ചരിത്രത്തിൽ നമുക്ക് അല്പം കൂടി പിന്നോട്ട് സഞ്ചരിക്കണം. ഭൂപടത്തിൽ നാം കാണുന്ന ഇസ്രായേലിന്റെയും സിറിയയുടെയും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗമാണ് ഗോലാൻ ഹൈറ്റ്സ് അഥവാ ഗോലാൻ കുന്നുകൾ. ഗോലാൻ കുന്നുകളെ പറ്റിയും ഗോലാൻ താഴ്വരയെ പറ്റിയും ഒക്കെയുള്ള വിവരങ്ങൾ, ഇതേപ്പറ്റിയുള്ള രേഖകളെല്ലാം ഇരുമ്പ് യുഗം മുതലേ പലയിടത്തും ഈവൻ ബൈബിളിൽ വരെയും പ്രതിപാദിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. 1967 നടന്ന 6 ദിന യുദ്ധത്തിൽ സിറിയ സമേതം അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ പരാജയം ഏറ്റുവാങ്ങി തിരിഞ്ഞോടിയ സിറിയയിൽ നിന്നും അന്ന് ഈ ഭാഗം ഇസ്രായേൽ കൈക്കലാക്കുകയായിരുന്നു. അന്താരാഷ്ട്ര രേഖകളിലെല്ലാം ഇത് സിറിയയുടെ ഭാഗമായാണ് കാണിക്കുന്നത് എങ്കിലും ഗോലാൻ കുന്നുകൾ കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി ഇസ്രായേലിന്റെ കൈപ്പിടിയിലാണ്. പിന്നീട് ഈ വിഷയം പല അന്താരാഷ്ട്ര വേദികളിലും ഉയർന്നു വന്നപ്പോൾ ഇസ്രായേൽ എന്തുകൊണ്ട് കയ്യേറിയ ഈ ഭൂമി സിറിയയ്ക്ക് തിരിച്ചു കൊടുക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നപ്പോൾ ഇന്ത്യയോടുള്ള സിറിയയുടെ ആവശ്യം ഇതായിരുന്നു: ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയിലും മറ്റും അന്താരാഷ്ട്ര വേദികളിലെല്ലാം ഞങ്ങളെ പിന്തുണയ്ക്കുക, പകരമായി ഞങ്ങൾ ഒരിടത്തും കാശ്മീരിന്റെ വിഷയം ഉയർത്തുകയോ പാകിസ്ഥാനെ ഒരു വേദികളിലും പരസ്യമായി പിന്തുണയ്ക്കുകയും ഇല്ല എന്ന്. എന്നാൽ സിറിയയെ പോലുള്ള ഒരു രാജ്യവുമായി ഇന്ത്യക്ക് ഇത്തരത്തിലൊരു ഉടമ്പടിയുടെ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിന്റെ ശരിക്കും ആവശ്യമുണ്ടായിരുന്നുവോ? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അഥവാ സിറിയ ഇത്തരത്തിൽ ഇന്ത്യയെ കശ്മീർ വിഷയത്തിൽ പിന്തുണച്ചില്ലായിരുന്നുവെങ്കിലും ഇന്ത്യക്ക് പ്രത്യേകിച്ച് എന്താണ് സംഭവിക്കാൻ പോകുക? അല്ലെങ്കിൽ സിറിയ ഇപ്പോൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു എന്നതുകൊണ്ട് ഇന്ത്യക്ക് കാര്യമായ എന്ത് പ്രശ്നമാണ് ഉണ്ടാകാനുള്ളത്? ഈ വിഷയത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു മുസ്ലിം രാജ്യം കൂടി ഉണ്ടാകും. പകരമായി മറുവശത്ത് ഇന്ത്യ ഉറ്റ സുഹൃത്തായ ഇസ്രായേലിനെ പിണക്കുകയും ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് പറയുവാൻ എളുപ്പമാണ്. എങ്കിലും ഇതിൽ ഇന്ത്യയെ ഫോഴ്സ് ചെയ്യുന്ന മറ്റൊരു ഘടകം എന്തെന്നാൽ ഇത് ഇന്ത്യയുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിദേശ നീതിയാണ് എന്നതാണ്. ഏകദേശം 1960 മുതൽ ഉള്ള ഇന്ത്യയുടെ ഫോറിൻ പോളിസി അനുസരിച്ച് നാം സിറിയയുമായി എപ്പോഴും ഒരു നല്ല ബന്ധം പുലർത്തുകയും അന്നു മുതലേ ഗോലാൻ കുന്നുകളുടെ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ വോട്ടിംഗിന്റെ സമയത്ത് ഇസ്രായേലിനെ പിന്തള്ളി നാം എപ്പോഴും സിറിയയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എല്ലാ കാര്യത്തിലും ഇസ്രായേൽ ഇന്ത്യയെ അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്, പിന്തുണയ്ക്കുന്നുണ്ട്
എന്നിട്ടും ഈ ഒരു കാര്യത്തിൽ ഇന്ത്യ സിറിയയെ പിന്തുണയ്ക്കുന്നു. ഇത് പലപ്പോഴും ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇന്ത്യ ഒരിക്കൽ പോലും നമ്മുടെ ഈ ഫോറിൻ പോളിസിയിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇത് തന്നെയാണ് ഇവിടെ ഇന്ത്യയെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യവും. ഇന്ത്യക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും തങ്ങളുടേതായ ഒരു നയമുണ്ട് എന്നത്. ജിയോ പൊളിറ്റിക്സിൽ എപ്പോഴും ഒരു രാജ്യത്തെ എത്രമാത്രം വിശ്വസിക്കാമെന്നത് അവരുടെ ചരിത്രം നോക്കിയാണ് പലപ്പോഴും വിലയിരുത്തുന്നത്. ഇപ്പോൾ ഒരു തവണ നാം ഉറപ്പ് കൊടുക്കുകയാണ് നമ്മളുടെ പരിപൂർണ പിന്തുണ ഇക്കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന്. ശേഷം കാലം കടന്നുപോയി, ഭരണം മാറി, എന്നിട്ടും ആ രാജ്യം പതിറ്റാണ്ടുകളോളം ഇക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ലാതെ ഉറച്ചു നിൽക്കുന്നു എന്നത് ലോകത്ത് മറ്റു രാജ്യങ്ങൾക്കിടയിലുള്ള നമ്മളുടെ ഡിപ്പെൻഡബിലിറ്റിയെ, വിശ്വാസ്യതയെയാണ് വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യക്ക് ഈ പോളിസിയിൽ അല്പം മാറ്റം വരുത്തിയിരുന്നെങ്കിൽ, അല്പം നേരത്തെ ഇതിൽ നിന്നും പിന്മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗുണമായനെ എന്നും ചിലർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം ബഷർ അൽ അസദിന്റെ ഭരണം അവസാനിച്ച ശേഷം ഇസ്രായേൽ ഇപ്പോൾ ഗോലൻ ഹൈറ്റ്സും അതിനോട് ചേർന്ന് കിടക്കുന്ന ബഫർ സോണിലെ പല ഏരിയകളും ഇപ്പോൾ കൈക്കലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ ഇനിയും മുന്നോട്ട് സിറിയൻ തലസ്ഥാനമായ ദമസ്കസ് വരെയുള്ള പല ഭാഗങ്ങളും പിടിച്ചടക്കിയേക്കും എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിനാൽ സിറിയയിൽ ഇനി പുതുതായി രൂപം കൊടുത്തേക്കാവുന്ന രാജ്യത്തിനും ഇന്ത്യ യുണൈറ്റഡ് നേഷൻസിൽ ഇപ്പോൾ അനുകൂലമായി വോട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അതിനാൽ ഇതിനെ ലോങ് ടൈമിൽ ഇന്ത്യയുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ ബ്ലണ്ടർ എന്ന് പറയുന്നവരുമുണ്ട്. ഇതിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് ഇന്ത്യയുടെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന്? അതോ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്നുവോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്തായാലും സിറിയയിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു റെജീം ചേഞ്ച് വന്നതോടെ ഇതിന്റെ ഇമ്പാക്ട് സിറിയയിൽ മാത്രമല്ല മുഴുവൻ പശ്ചിമേഷ്യയിലും, ഒപ്പം തന്നെ നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിൽ കശ്മീർ വിഷയത്തിലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കും. മാത്രമല്ല സിറിയയിൽ ഇനി പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അവരുടെ ഇന്ത്യയോടുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കും? അവർ നമ്മെ ഇനിയും കശ്മീർ വിഷയത്തിൽ പിന്തുണയ്ക്കുമോ? മറുപടിയായി സിറിയയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് എങ്ങനെയായിരിക്കും? അതേപറ്റിയുള്ള അപ്ഡേറ്റുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കാണുവാൻ സാധിക്കും. ഇക്കാര്യത്തിൽ പുതിയ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വരാം പുതിയൊരു വീഡിയോയുമായി. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.